വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ചായ എല്ലാം കുടിച്ച് പുറത്ത് തന്നെ ഇരിക്കണ സുഖം വേറെ തന്നെ കേട്ടോ. രാവിലെ എണീറ്റുണ്ട് ഞാൻ ഇത്ര ദിവസം ഉച്ചയ്ക്കാവും, പിന്നെ ഉച്ചയ്ക്കല്ല ഒരു 11 മണി 10 മണി അങ്ങനെ എണീറ്റ് അതിൻ്റെ അവിടെ എഴുതി കഴിഞ്ഞിട്ട് ഇന്ന് 7:30 ക്ലിയർ എണീറ്റേ. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ 10 മണി 9 മണിക്ക് എണീറ്റ് 12 മണി 11 മണി വരെ ഒന്നുമില്ല, 10 മണി ഒരു 9 മണി അവിടെ ആ ടൈം വരെ ഞാൻ എണീറ്റുണ്ട് കേട്ടോ. ഇന്ന് 7:30 എണീറ്റുണ്ട്, അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുക രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക. ഇന്നലെ ഞങ്ങളെ അടുത്തുള്ള ടൗണിൽ ഇന്നലെ ഉത്സവമായിരുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെ ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ഞാനും നന്ദു ഇന്നലെ പോയിട്ടില്ല. ഇന്ന് രാവിലെ എണീറ്റിട്ട് അമ്മ തന്നെ പറഞ്ഞുകൊണ്ട് ചീത്ത അറിയായിരുന്നു. രാവിലെ വയറ് നിറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ചായ കൂടി കുടിക്കുക. അപ്പോൾ കുറച്ചും കൂടി വയറ് അറിയാമല്ലോ. എത്ര മണിക്ക് നല്ലൊരു പോണ്? അല്ല പോയി കഴിഞ്ഞ എപ്പോഴാ വരിക? 5-6 മണിയാകുമ്പോ അമ്മ നേരത്തെ വരും. വിറക് അമ്മ വിറക് എവിടുന്ന്? അമ്മ വിറക് ഉണ്ടാക്കമ്മ എവിടുന്ന്? അമ്മ എത്ര മണിക്ക് നല്ലൂര് പോണ്? എത്ര മണിക്കാ? അത് തള്ളണ് ഞാനല്ല, അടുത്ത കുട്ടീന്റെ എത്ര 28 അല്ലേ അമ്മ? 28 അല്ലേ? അടുത്ത കുട്ടീന്റെ 28 അല്ലേ? അടുത്ത കുട്ടീന്റെ 28 അപ്പൊ അമ്മ പോകുന്നുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്നില്ല. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ പോവാം. അല്ല എനിക്ക് അവിടെ പോവാൻ തോന്നില്ല, ഞാൻ പോണില്ല കേട്ടോ. ഇപ്പൊ എന്താ ചെയ്യാ, എണീറ്റുണ്ട്. ഇനി പ്രത്യേകിച്ച് സമയം ചെലവാക്കാൻ എന്താ ചെയ്യാ? ആ ടൈം ടേബിൾ നമ്മളത് ടൈം ടേബിൾ നോക്കി നോക്കാം, അതെന്താ സംഭവം നോക്കി നോക്കാം. ടൈം ടേബിൾ നോക്കിയിട്ട് നോക്കാം എന്തായാലും ചെയ്യാം. എവിടെ 7:30 എണീറ്റുണ്ട്. മൊബൈല് തൊട്ടില്ല, അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. മൊബൈല് തൊട്ടിട്ട് തന്നെ അപ്ലോഡ് ആക്കിയത്, അത് കുറച്ച് വാളി പോയിട്ടുണ്ട്. അപ്ലോഡ് ആക്കണമായിരുന്നു, ഷെഡ്യൂൾ ചെയ്ത് ടൈം എല്ലാം ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുമ്പോൾ അപ്ലോഡ് ആവാത്തതുകൊണ്ട് മൊബൈൽ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ BBC ലേണിംഗ് പോഡ്കാസ്റ്റൊക്കെ അല്ലേ, ഇംഗ്ലീഷിൻ്റെ പോഡ്കാസ്റ്റൊക്കെ പഠിക്കാനുള്ള ടൈമാട്ടോ, 1 മണിക്കൂർ രാവിലെ. പിന്നെ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കുക, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷിനെ പറ്റി പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കുക, റീൽസ് മാത്രം കാണരുത്. പിന്നെ വൈകുന്നേരം 4 മണിക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക, ചായ കുടിക്കുക, ഫണ്ണി ക്ലിപ്സ് കളക്ട് ചെയ്യുക. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കുക. വൈകുന്നേരം എന്തെങ്കിലും ഗെയിം കളിക്കുന്ന ടൈമാണ്. പിന്നെ 9 മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, വ്ളോഗ് ക്ലോസ് ചെയ്യുക. ഫ്രീ ടൈം വിത്ത് ഫാമിലി ആൻഡ് സ്ലീപ്പ് ടൈം 11:30 കടന്നുറങ്ങുക. നമുക്ക് എന്തെങ്കിലും ടൈം ടേബിൾ ഉള്ള പോലെ തന്നെ ചെയ്യാം. നമുക്ക് BBC ആപ്പിൽ പോയിട്ട് BBC ആപ്പിലോ അത് ഇംഗ്ലീഷിൻ്റെ പോഡ്കാസ്റ്റ് ഒക്കെ നമുക്ക് കേൾക്കാം. എന്നിട്ട് 1 മണിക്കൂർ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫ്രീ ടൈം ആണെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഫുൾ ടൈം അത് കേൾക്കാൻ പറ്റില്ല. ഫ്രീ ടൈം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പുറത്തോട്ട് നടക്കാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ള് യാത്ര തന്നെ ആയിരിക്കും വെയിലത്ത്. ഇവിടെ ഇവിടെ വരെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കൊണ്ടുവന്നാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ഒരുങ്ങിയിട്ട് പിന്നെ ടൗണിൽ പോകണം. ആദ്യം ഒരു ടൗണിൽ പോകണം, അവിടുന്ന് മേടിക്കാനുള്ള സാധനം അല്ലെങ്കിൽ മുടി കെട്ടിയിട്ട് വേറെ ടൗണിൽ പോകണം, അവിടുന്ന് എടുക്കാനുള്ള ഒരു ടീഷർട്ട് എടുക്കണം. അങ്ങനെ എനിക്ക് റിസ്ക്കുള്ള പരിപാടി ഉണ്ട് ഗൈസ്. അയ്യോ, മൊബൈലിന് ചാർജ് കുറവാണ്, മാത്രമല്ല നല്ല വെയിലുണ്ട്. നീ എത്ര മണിയാകുമ്പോൾ നിൻ്റെ വീട്ടിലെത്തി ശരിക്കും? അവളെ പൈതരെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊണ്ടാക്കി എന്താ കാണിച്ചു തരാത്തതല്ലേ, അതാണ് ഗൈസ്. എല്ലാവർക്കും അല്ല, ചിലവർക്ക് ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് വരെ എത്ര മടി അറിയോ. കുറേ എണ്ണത്തിന് ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മടിയില്ലാതെ ഇങ്ങനെ വർത്തമാനം പറയും. നമ്മളെ വ്ളോഗ് ഉഷാറാക്കണേ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ.
നേരെ വീട്ടിൽ പോകട്ടെ. ഒരുങ്ങിയിട്ട് നമുക്ക് ടൗണിൽ പോകാണ്ട്. ടൗണിൽ പോകുമ്പോൾ ചിലപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം എന്ത് സംഭവം എന്നറിയില്ല. അല്ലെങ്കിൽ ഡ്രസ്സെല്ലാം ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. ചാർജും തീരല്ല. ഇപ്പം വേഗം പോയിട്ട് ഒരുങ്ങിയിട്ട് ടൗണിലേക്ക് നേരത്തെ പോയി വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൈകാര്യം ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി 3 ആൾ റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ. ഈ റൂമിൽ ഉണ്ണിയുണ്ട്, അകത്ത് നന്ദുണ്ട് മൊബൈൽ അടിച്ചിരിക്കണെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്. അച്ഛൻ്റെ ജിപേയിലാണ് പൈസ. അപ്പോൾ വേറെ ആയിരുന്നില്ലെങ്കിൽ മൊബൈൽ അയച്ചു കൊടുത്തിട്ട് പൈസ കിട്ടാൻ നോട്ടെ, എന്നിട്ട് വേണം പോകണമെങ്കിൽ. പോയിട്ട് ഡ്രസ്സും എല്ലാം മേടിച്ചിട്ട് മുടി വെട്ടണമെങ്കിൽ മുടിയും വെട്ടാം, പൈസ ഉണ്ടെങ്കിൽ മുടിയും വെട്ടാം. എല്ലാം മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. തീരെ ചാർജില്ല. തിരിച്ചു വന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഡ്രസ്സ് മേടിച്ചതെന്നും പിന്നെ എന്തെങ്കിലും കാര്യം നടന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാണിച്ചു തരാം. അല്ലാതെ ടൗണിൽ പോയി എടുക്കൽ നടക്കില്ല, ചാർജ് തീരില്ല. 20% ചാർജുള്ളൂ ഐഫോണ്. പിന്നെ അറിയാമല്ലോ ചാർജൊന്നും തീരും, അതാണ് ടാസ്ക്കായി കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടൗണിൽ പോയിട്ട്, നമുക്കല്ല ഞാൻ ടൗണിൽ പോയിട്ട് വരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ട് കേട്ടോ. ടൗണിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വേഗം വന്ന് എൻ്റെ ചെറുതായിട്ട് മുടി കിട്ടിയിട്ടുണ്ട്. കേട്ടോ മുടിൻ്റെ ലെങ്ത്ത് കുറച്ചുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് 400 എത്രയായി ടീഷർട്ടിന്. അപ്പോൾ ഒരു വെള്ള ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടു നോക്കിയാലോ. ഈ ഔട്ട്ഫിറ്റ് എന്നിട്ട് നോക്കി നോക്കാം. ഞാനിന്ന് മേടിച്ച ടീഷർട്ട് വെള്ള ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള ടീഷർട്ടും പിന്നെ ഈ ജീൻസ് ഇടുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വെള്ള ടീഷർട്ടാണ് നമുക്ക് മേടിച്ചത്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അത് ഞാനിത് ഇട്ടിട്ട് വരാം. ഞാൻ മേടിച്ച ടീഷർട്ട് നോക്ക് എങ്ങനെയുണ്ട്, രസമുണ്ട്. രസമുണ്ടോ? അതൊക്കെ എനിക്കധികം തോന്നില്ല. ഇങ്ങനെ നോക്കി നോക്ക്. ഇവിടുന്ന് താഴെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. താഴെ നോക്കില്ല, ഇങ്ങനെ കാണിക്കാം. ഉണ്ടോ? എനിക്ക് ചേരുന്നുണ്ട് അത് വെള്ള ടീഷർട്ട്. ഇപ്പോൾ മൊബൈൽ തീരെ ചാർജില്ല. മൊബൈൽ വേഗം പോയി കുത്തിയായിട്ടെ. തീരെ ചാർജില്ല. ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. 2% ചാർജ് ഉണ്ട്. അവിടുന്ന് വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ടൗണിൽ നിന്ന് തന്നെ സ്വിച്ച് ഓഫ് ആവേണ്ട വന്നേനെ. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഔട്ട്ഫിറ്റ് അപ്പം തന്നെ നോക്കാനുള്ള സംഗതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മൊബൈൽ വരച്ച് കുത്തിയാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. ഇപ്പോൾ 5:37 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേരം മൊബൈൽ കുത്തി വെച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ. അത് മാത്രമല്ല കറണ്ടും പോയിക്കണ്, വൈഫൈ കട്ടായിക്കണ്. ഇന്ന് വ്ളോഗ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. രാത്രി കറണ്ട് വന്നില്ലെങ്കിൽ ഞാനൊക്കെ പെട്ടു. ഇപ്പോൾ ആകെ കുറച്ച് ചാർജ് ആയിട്ടുള്ളൂ, 15% ചാർജ് ആയിട്ടുള്ളൂ. വ്ളോഗ് എടുക്കുമ്പോൾ ഐഫോണത്തെ ചാർജ് കഴിഞ്ഞ് തീരും. നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പെട്ടെന്ന് തീരും. അപ്പോൾ എന്താ ചെയ്യുക? ഇതുണ്ട് നല്ല മഴയുണ്ടോ? മഴയുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ ഭാഗത്തുനിന്ന് വെയിലുണ്ട്, പക്ഷേ ഇവിടെ നല്ല മഴ ചെയ്യുന്നുണ്ട്. അമ്മ കറണ്ട് ഇല്ല. ഇപ്പം ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യും. ചാർജില്ല, കറണ്ട് ഇല്ല. ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യും. കറണ്ട് വന്നാൽ മതി. എന്നെ മുടി കെട്ടിയൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ മുടി കെട്ടിയേക്കണേ. ഇതെങ്ങനെയുണ്ട് മുടി കെട്ടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എനിക്ക് ഇങ്ങനെ ഓരോ ട്രെൻഡായിട്ട് ഇങ്ങനെ ഫേഡ് ചെയ്യൂലേ, ഫേഡ് എടുക്കൂലേ. ഫേഡ് എടുക്കുക ഫേഡായിട്ട് ഇങ്ങനെ കിട്ടൂലേ, ഇങ്ങനെ ആയിട്ട് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് ലെങ്ത്ത് കുറച്ചിട്ടേ ഉള്ളൂ. ജിമ്മി എത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നത്? ജിമ്മിക്ക് ഇന്ന് നെയ്ച്ചോറൊക്കെ കിട്ടി. അമ്മയും കേണിയും എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, അമ്മയും കേണി പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. ഞാനും കുറച്ച് കഴിച്ച് പിന്നെ ജിമ്മിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ എല്ലാവരും നെയ്ച്ചോറ് കഴിച്ചാ? അമ്മയ്ക്ക് അവിടെ നിന്ന് നല്ല തിന്നിട്ട് വന്നിക്കുക. ഗൈസ് ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട് കേട്ടോ. 9 മണി ആയിട്ടുണ്ട്. ഇന്ന് എന്താ അറിയില്ല, നേരത്തെ എണീറ്റോണ്ടോ. ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യല്ലേ, അത് കഴിഞ്ഞിട്ട് നിന്ന് നേരത്തെ എണീക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ ദിവസം ഫുള്ള് ബോറിങ്. ഫുള്ളല്ല, അത്രയ്ക്ക് ബോറിങ് അല്ല, ചെറുതായി നല്ല ബോറിങ് ആയിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കടന്നുറങ്ങൂല. അതുമാത്രം ഇതിൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയോ, സൗണ്ട് ചെറുതായിട്ട് എന്തോ ആയോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം സൗണ്ടിൽ ഇങ്ങനെ വർത്തമാനമായി പറയാൻ പറ്റില്ല, എന്തായിരുന്നു അറിയില്ല. നെയ്ച്ചോറ് നല്ല വെട്ടി തിന്നുണ്ട്. അമ്മ വന്നില്ലേ, ഞാൻ പറഞ്ഞില്ല നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ തന്നെ ഞാൻ കുറേ തിന്നിട്ടുണ്ട്, കുറേ ഇരുന്നു. ഞാൻ ചോറ് തിന്നിരുന്നു. അപ്പോഴാണ് അവർ വന്നത്. എന്നിട്ട് കുറേ തിന്ന് വയറ് നേരത്തെ ഞാൻ രാത്രി ഫുഡ് കഴിക്കണില്ല. ഇന്ന് നൈറ്റ് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗ് ഇവിടുന്ന് എൻ്റെ ആക്കാന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് വ്ളോഗ് എടുക്കാൻ വേറെ സാധനം നടക്കൂല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ 1-2 മണിക്കൂറാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കല്ല, ഇപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ
ടൈം ടേബിൾ അനുസരിച്ച് കിടക്കണം, 11 കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്ലോഡാക്കി അത് കഴിയണതിൻ്റെ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യണതിൻ്റെ കുറച്ച് ടൈം സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ടാസ്ക് ആയി പോയി. ഞാൻ സാധാരണ പണ്ടൊക്കെ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്ത് പിന്നെ 12 മണി ഞാൻ നെറ്റ് വന്നാൽ അപ്പോടും ഡെയിലി അതിന് 12 മണി നെറ്റ് വന്നാൽ അപ്പോടും. പിന്നെ നെറ്റിൽ ബാക്കി കുറച്ചുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കണ്ട് അത് തീർക്കും, യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് തീർക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ വൈഫൈ ഉണ്ടല്ലോ, അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇനി മാറിപ്പോകുന്നുണ്ട്. ഇനി കുറേ ദിവസം കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും. അത് മാത്രമല്ല വ്ളോഗും എല്ലാം ശരിയാവുന്നതായിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ തുടക്കമാണ്. ഞാൻ ഇനി കുറേ മെച്ചപ്പെട്ട് വരുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ പണ്ടത്തെ വ്ളോഗൊക്കെ ഒന്ന് പോയി നോക്കി നോക്ക്. അത് സബ്സ്ക്രൈബ് ചെയ്താലില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പണ്ടത്തെ വ്ളോഗും സ്റ്റാർട്ടിങ്ങത്തെ ഒരു 10 എത്രാമത്തെ വ്ളോഗും പിന്നെ ഇപ്പോഴത്തെ വ്ളോഗും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്ക്. എത്ര ഇമ്പ്രൂവ് ആയി നോക്കി നോക്ക്. ഇനി ഇമ്പ്രൂവ് ആവും. ആകെ 10 മാസമായിട്ടുള്ളൂ നമ്മൾ വ്ളോഗ് തുടങ്ങിയിട്ട് 10 മാസമായിട്ടുള്ളൂ. ഇനിയും കാലം കിടക്കുകയാണ്. ഇനി 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളെ വ്ളോഗ് ഫുള്ള് അടിപൊളി ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്താ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.